മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മാർക്കോ അവരെ രണ്ടുപേരെയും കാറിലേക്ക് കയറ്റിയിട്ട് ലോപ്പസിനോട് കാറ് വിട്ട് പോകാൻ പറയാൻ കേട്ടോ. പിന്നീട് മാർക്കോയുടെ ഒരു ഒഴിഞ്ഞ കെട്ടിടത്തിലേക്ക് അവരെ രണ്ടുപേരെയും കൊണ്ടുവരികയാണ്. അവരെ രണ്ടുപേരെയും കൊണ്ടുവന്നതിന് ശേഷം കെട്ടിയിടുകയാണ് കേട്ടോ. അതിനുശേഷം തുടങ്ങുകയല്ലേ ലോപ്പസേ എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവർ രണ്ടുപേരും പറയുന്നുണ്ട്, ഞങ്ങളിനി ഒന്നും ചെയ്യരുത്, ഞങ്ങൾക്ക് ഉള്ള ശിക്ഷ കിട്ടിയല്ലോ, പിന്നെ എന്താ മാർക്കോ മോനെ, വേണ്ട മോനെ എന്നെല്ലാം പറഞ്ഞിട്ട് പ്രതാപനും വാമദേവനും കരയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ മാർക്കോ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ശിക്ഷ കിട്ടിയിട്ടില്ലല്ലോ, എൻ്റെ വക ശിക്ഷ കിട്ടിയിട്ടില്ലല്ലോ, അത് നിങ്ങൾക്ക് തരണം. നിങ്ങൾ കണ്ണൻ സാറിനെയും മഹിയെയും കുഞ്ഞിനെയും ജീവിക്കാൻ അനുവദിക്കാതെ നിങ്ങൾ അവരുടെ പിന്നിൽ തന്നെ ഒരുപാട് തവണ നിങ്ങൾ ചെയ്തു. നിങ്ങളുടെ മോൻ ചെയ്തു, അതിന് പകരം നിങ്ങളുടെ മോന് എന്തായാലും മരുമോൻ അവിടെ കണ്ണൻ സാർ എങ്ങനെയാണോ ഇരുന്നത് അതേപോലെയാണ് ഇപ്പം നിങ്ങളുടെ ഉണ്ണി ഇരിക്കുന്നത്. ഉണ്ണി കണ്ണൻ സാറെ കൊല്ലാൻ ശ്രമിച്ചതിനുള്ള തക്ക ശിക്ഷ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചാൽ അവനെ കൊല്ലും എന്ന് പറയുന്നു കേട്ടോ. അത് കേൾക്കുമ്പോഴാണ് ഇവർ രണ്ടുപേരും ഉണ്ണിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം അറിയുന്നത്. അതിനുശേഷം എന്തായാലും ശരി, കർക്കിടക മാസമല്ലേ, ഏതായാലും വൈദ്യരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് ഒഴിച്ചൽ നടത്തണ്ടേ, അതിന് വേണ്ടതെങ്കിലും ഞാൻ ചെയ്തു തരണ്ടേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അതേസമയം ഇവർ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, വേണ്ട വേണ്ട മാർക്കോ മോനെ വേണ്ട, ഞങ്ങളിനി ഒന്നും ചെയ്യില്ല, അവരുടെ പിന്നിൽ ഒരു കാരണത്തിനും പോയില്ല എന്നെല്ലാം പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ മാർക്കോ അവരെ രണ്ടുപേരെയും ഇഞ്ചിപ്പരുവൊക്കെ ഉണ്ട് കേട്ടോ. കരഞ്ഞിട്ട് അവർ ജീവിതത്തിൽ ഇനി ഒരിക്കലും ചെയ്യില്ല എന്ന് കരഞ്ഞ് പറയുകയാണ് കേട്ടോ. അതേസമയം മാർക്കോ പറയുന്നുണ്ട്, ഇനി മേലിൽ കണ്ണൻ സാറിൻ്റെയോ മഹാലക്ഷ്മിയുടെയോ കുഞ്ഞിൻ്റെ മേലെ ഒരു നുള്ളു മണ്ണോ പൂഴിയോ നിങ്ങളുടെ കാരണം വാരിയിടാനുള്ളൊരവസ്ഥ വന്നെങ്കിൽ നിങ്ങളിനി ജീവനോടെ പോകില്ല, ഞാനിപ്പോൾ എന്തായാലും പകുതി ജീവൻ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നു കേട്ടോ. അതേസമയം ഉണ്ണിയുടെ അടുത്ത് വന്നിട്ട് ദുർഗ ഇങ്ങനെ ചോദിക്കുന്നു കേട്ടോ, മോനെ നിനക്ക് എങ്ങനെ മോനെ ഇങ്ങനെ ചോദിക്കണം കേട്ടോ. മോനെ എന്നാലും നിന്നെ സമ്മതിക്കണം കേട്ടോ, കാരണം നിനക്ക് എങ്ങനെ കരുണയെ സ്നേഹിക്കാൻ കഴിയുന്നത്, കാരണം നിൻ്റെ അച്ഛനെ കൊന്ന കൊലയാളുടെ മോളാണ്, എങ്ങനെ നിനക്ക് പറ്റുന്നത്, നീ ഇവരെയൊന്നും അല്ല സ്നേഹിക്കേണ്ടത്, കണ്ണനും മഹിയെയാണ് സ്നേഹിക്കേണ്ടത് എന്ന് പറയുകയാണ് കേട്ടോ. എന്തായാലും അവരിപ്പോൾ റിമാൻഡ് കാലാവധി കഴിഞ്ഞ് അവർ വീണ്ടും ജയിലിലേക്ക് പോകും. അപ്പോൾ നീ അവരുടെ ഒരു പൊട്ട് സ്വത്ത് പോലും ഉണ്ടാകില്ല, അവർ കേസിന് വേണ്ടിയിട്ട് കംപ്ലീറ്റും അത് ചിലവാക്കും എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം ഉണ്ണി പറയണം, എനിക്ക് അവരോട് ഒരു ദേഷ്യമില്ല, അതേപോലെ തന്നെ കരുണയോടും ദേഷ്യമില്ല. എന്താ കാരണം എന്നറിയോ, എൻ്റെ അച്ഛനോട് എനിക്ക് ഒരു തരുമ്പ് പോലും സ്നേഹമില്ല എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ ദുർഗാകെ ഞെട്ടിപ്പോവുകയാണ്. എന്താ ഇവൻ ഈ പറയുന്നത്, എന്താടാ നീ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങേരെ കംപ്ലീറ്റ് സ്വത്തും എല്ലാം കണ്ണൻ്റെ പേരിലാണ് എഴുതി വെച്ചത്, അങ്ങേർക്ക് മൂത്ത മകനോട് മാത്രമേ സ്നേഹം ഉണ്ടായിരുന്നുള്ളൂ, നിങ്ങളൊരു ബാല്യക്കാരി പോലെയായിരുന്നു, അതേപോലെ തന്നെയാണ് നിങ്ങളുടെ മക്കളായ ഞങ്ങളും അതേപോലെ തന്നെ അങ്ങേര് കണക്കാക്കിയിട്ടുള്ളൂ, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങേരെ സ്നേഹിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് അങ്ങേരെ ഒരു തരുമ്പ് പോലും സ്നേഹമില്ല എന്നിങ്ങനെ പറയാൻ കേട്ടോ. അത് കേട്ടപ്പോൾ ദുർഗയ്ക്ക് സഹിക്കാൻ കഴിയില്ല. ദുർഗ മനസ്സിൽ കരുതുകയാണ്, ഇവനെ ഒരിക്കലും നേരാകില്ല, ഇവനെ ഇല്ലാതാക്കുകയാണ് നല്ലത്, ഇവനെ ഇല്ലാതാക്കിയിട്ട് ജയിലിൽ പോയാലും വേണ്ടില്ല എന്ന് ദുർഗ കരുതുകയാണ് കേട്ടോ. ദുർഗ എന്നിട്ട് അങ്ങനെ ഉണ്ണി എന്തെങ്കിലും ചെയ്യണമെന്ന് തന്നെയാണ് ദുർഗ തീരുമാനിക്കുന്നത്. കാരണം എന്താണെന്നറിയോ, ഉണ്ണി വീണ്ടും കണ്ണനെയും മഹാലക്ഷ്മിയെ ദ്രോഹിക്കും, അതൊരിക്കലും ദുർഗയ്ക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. ദുർഗ ഇപ്പോൾ ശരിക്കും പഴയ ദുർഗയായി കണ്ണനും മഹാലക്ഷ്മിയെയും കുഞ്ഞിനെയും സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.